നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ സ്പേസിൽ ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് കോയിനുകളുടെ പ്രൈസ് അനാലിസിസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. ഞാൻ വീഡിയോയിലേക്ക് എടുക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. മുൻപ് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക്, ക്രിപ്റ്റോ സ്പേസിലേക്ക് ഒരുപാട് പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ടെക്നോളജി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും അതുപോലെ തന്നെ ആ ഒരു ടെക്നോളജിയാണ് ഫ്യൂച്ചർ എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് വലിയ വലിയ കമ്പനീസ് ഉൾപ്പെടെ ക്രിപ്റ്റോ സ്പേസിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിസ കാർഡിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിസ റെക്കോർഡ്സ് ഓവർ $2 billion ഇൻ ട്രാൻസാക്ഷൻ ഫോർ ക്രിപ്റ്റോ ലിങ്ക്ഡ് കാർഡ്സ് ഇൻ 2022 Q1. 2022 ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ക്രിപ്റ്റോ ലിങ്ക്ഡ് വിസ കാർഡുകളിൽ നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് $2.5 billion ആണ്. മുൻ വർഷങ്ങളിലെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം വലിയൊരു ഗ്രോത്ത് ആണ് ക്രിപ്റ്റോ സ്പേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ഈ ഒരു ഡിജിറ്റൽ അസറ്റ് ഇൻഡസ്ട്രിയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ക്രിപ്റ്റോ ഫേമുകളുമായിട്ടൊരു പാർട്ട്ണർഷിപ്പിന് വിസ തയ്യാറാവുകയാണ്. സോ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ ആളുകൾ ക്രിപ്റ്റോ സ്പേസിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ഇത് തീർച്ചയായിട്ടും ഒരു കാരണമാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പേപ്പാലിൻ്റെ സ്റ്റേബിൾ കോയിൻ വരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യം പേപ്പാൽ കൺഫേം ചെയ്തിരിക്കുകയാണ്. പേപ്പാലിൻ്റെ സ്റ്റേബിൾ കോയിൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. പേപ്പാലിൻ്റെ സ്റ്റേബിൾ കോയിൻ വരുന്നത് കൊണ്ട് എന്താണ് ഗുണം? അത് $US പ്രൈസിനെ തന്നെയല്ല അത് ഫോളോ ചെയ്യുക. പിന്നെ എന്താണ് അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ സ്പേസിലേക്ക് കുറച്ചുകൂടെ ആളുകളെ കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും പേപ്പാലിൻ്റെ സ്റ്റേബിൾ കോയിന് സാധിക്കുമെന്നുള്ളതാണ്. ഒരു ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് കമ്പനി ഒരു സ്റ്റേബിൾ കോയിൻ കൊണ്ടുവരുന്നതും പേപ്പാൽ പോലുള്ള ഇത്രയധികം നാളുകളായിട്ട് ഈ ഒരു പേയ്മെൻറ്റ് രംഗത്തുള്ള ഈ ഒരു കമ്പനി ഒരു സ്റ്റേബിൾ കോയിൻ കൊണ്ടുവരുന്നത് തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. പേപ്പാലിന് ഏകദേശം 350 മില്യൺ ആക്റ്റീവ് യൂസേഴ്സാണുള്ളത്. ഓൾറെഡി UK-ലും US-ലും ഒക്കെയുള്ള യൂസേഴ്സിന് അവർക്ക് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെയുള്ള ഓപ്ഷൻസൊക്കെ അവർ പേപ്പാലിനകത്ത് എനേബിൾ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സ്റ്റേബിൾ കോയിൻ, ഈ ഒരു പേപ്പാൽ സ്റ്റേബിൾ കോയിൻ്റെ വരവോട് കൂടിയിട്ട് പേപ്പാൽ യൂസേഴ്സ് എല്ലാവരും തന്നെ ഈ ഒരു ക്രിപ്റ്റോ സ്പേസിലേക്ക് കൂടെ എൻ്റർ ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. സോ പേപ്പാൽ എന്ന് പറയുന്ന കമ്പനി തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ക്രിപ്റ്റോ സ്പേസിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകാനായിട്ട് സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ് പേപ്പാലിൻ്റെ ഈ സ്റ്റേബിൾ കോയിൻ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ ക്ലൗഡ് ലോഞ്ചസ് ന്യൂ ഡെഡിക്കേറ്റഡ് ഡിജിറ്റൽ അസറ്റ് ടീം. ഒരു ഡിജിറ്റൽ അസറ്റ് ടീം ലോഞ്ച് ചെയ്യാനായിട്ട് ഗൂഗിൾ ക്ലൗഡ് തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി ഈ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതുകൊണ്ട് ഏതൊക്കെ കോയിനുകളിലാണ് നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഗൂഗിൾ ക്ലൗഡിനകത്ത് ഈ ഒരു ഡിജിറ്റൽ അസറ്റ് ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയിൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ബേസ്ഡ് കമ്പനീസ് ആയിട്ടുള്ള ഹെഡ്ര, തീറ്റ ലാബ്സ് ആൻഡ് ഡാപ്പർ ലാബ്സ് ഒക്കെയാണ് ഇവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഹെഡ്രയുടെ നേറ്റീവ് ക്രിപ്റ്റോ ടോക്കൺ ആയിട്ടുള്ള ഹെഡ്ര ഹാഷ് ഗ്രാഫിലും തീറ്റ ലാബ്സിന്റെ നേറ്റീവ് ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള തീറ്റയിലും നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ബിയർ മാർക്കറ്റ് അവസാനിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം ബിറ്റ്കോയിൻ കറൻ്റ്ലി ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഏത് രീതിയിലാണ് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ നടത്താനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബിറ്റ്കോയിൻ USDT പെയറിലുള്ള ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ നമുക്കൊരു സപ്പോർട്ട് ലെവലായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഒരു മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് ഇത് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് റിജക്ഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രീൻ ക്യാൻഡിലും ഒരു ലോ ഷാഡോ ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് അത് തിരിച്ച് ഒരു റിജക്ഷൻ അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ അവിടെ കൺഫേം ആക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം സ്റ്റിൽ ഇതൊരു ഡൗൺ ട്രെൻഡിലാണ് നിൽക്കുന്നത്. ഈ രീതിയിൽ ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഈ ഒരു ഡൗൺ ട്രെൻഡ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴാണ് ഈ ഒരു ഡൗൺ ട്രെൻഡ് അവസാനിച്ചു, അത് ഒരു ട്രെൻഡ് റിവേഴ്സൽ കൺഫർമേഷൻ നമുക്ക് എപ്പോഴാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് അത് ഉറപ്പിക്കാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് മുൻപുള്ള ഈ ഒരു ലെവലും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. ഈ ഒരു ലെവലും കൂടെ ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്തത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സമയത്ത് പല രീതിയിലുള്ള റിജക്ഷൻ ഈ ഒരു ലെവലിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ പ്രൈസ് റിജക്റ്റ് ആയിട്ടാണ് ഇവിടെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു മാർക്കറ്റ് ക്രാഷ് സംഭവിച്ച സമയത്ത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മളെ ഏറ്റവും മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ലെവലിലേക്കാണ് പ്രൈസ് പോയിട്ടുള്ളത്. ദെൻ അതിനകത്ത് പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയി പിന്നീട് ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് പുതിയ ഒരു ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്.
അതുപോലെ തന്നെ ആ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു, പ്രൈസ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് വന്നു. പിന്നീട് ഈ ഒരു മേജറായിട്ടുള്ള ഈ ഒരു സപ്പോർട്ട് ലെവലിൽ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് ഇവിടെ ഒന്ന് കൺജസ്റ്റഡ് ആവാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് അപ്പോൾ മാത്രമേ ആ ഒരു കൺജസ്റ്റഡ് ആയിട്ട് പ്രൈസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ അവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധ്യതയുള്ളൂ. കാരണം ഒരു ബേസിക് ആയിട്ടൊരു ട്രെൻഡ് പോകുക എന്ന് പറയുന്നത് നമുക്കറിയാം ഈ രീതിയിലായിരിക്കും ഒരു ട്രെൻഡ് പോകുന്നത്. ഓക്കെ, ദെൻ ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഒരു അപ്പ് ട്രെൻഡിൽ പ്രൈസ് പോകുന്നുണ്ടായിരിക്കുക. അതിനുശേഷം ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയതിനു ശേഷമായിരിക്കും പ്രൈസ് പിന്നീട് ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയാവുന്ന രീതിയിൽ നമുക്കൊരു അപ്പ് ട്രെൻഡ് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് ഇപ്പോൾ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഒരു ലോവർ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രൈസിന് സാധിച്ചില്ല. ഈ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകാനായിട്ട് പ്രൈസിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യത നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എപ്പോഴാണ് നമുക്ക് ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാതെ പ്രൈസ് ഇതിനകത്ത് ഈ രണ്ട് സപ്പോർട്ട് ഏരിയാസിനകത്ത് പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യതകൾ നമുക്ക് അവിടെ പരിഗണിക്കാവുന്നതാണ്. ദെൻ ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെയാണ് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ നമ്മുടെ ഒരു എൻട്രി എന്ന് പറയുന്നത് ഒരു സ്വിംഗ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് അവിടേക്ക് ഒരു പുൾ ബാക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കണം നമ്മുടെ ഒരു എൻട്രി എന്ന് പറയുന്നത്. ദെൻ ആ ഒരു പുൾ ബാക്കിന് ശേഷമായിരിക്കും പ്രൈസ് പിന്നീട് ആ ഒരു അപ്പ് ട്രെൻഡിലേക്ക് കടക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ബിറ്റ് കോയിനിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാനായിട്ട് സാധിക്കുക. ട്രെൻഡ് റിവേഴ്സലിൻ്റെ ഒരു സൈഡ് നമുക്ക് ഇതുവരെയായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. സോ ഈ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ അവിടെ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എത്തേറിയത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ, ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എതേറിയം USDT പെയറിലുള്ള ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലെ ചാർട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് ഡൈവർജൻസ് ആണ്. ഒരു RSI ബുള്ളിഷ് ഡൈവർജൻസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. RSI ഇവിടെ ഒരു ലോവർ ലോ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ ഒരു ലോവർ ഹൈ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിവിടെ ഒരു ബുള്ളിഷ് RSI ഡൈവർജൻസ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇവിടെ നിന്ന് നല്ല രീതിയിലുള്ളൊരു അപ്പ് മൂവ്മെൻറ്റ് നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ നല്ല രീതിയിൽ പ്രൈസ് റിജക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നല്ല രീതിയിലുള്ളൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഈ ഒരു ലെവലിൽ നമുക്ക് ഈ രീതിയിൽ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ലെവലാണ് ഇത്. ഓക്കെ, ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. നമുക്ക് ഈ ഒരു മേജർ സപ്പോർട്ട് ലെവൽ നമുക്ക് ഇവിടെ ഉണ്ട്. 1, 2, 3, 4, 5 തവണ ഇതൊരു മേജറായിട്ടുള്ളൊരു സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ് ലെവലായിട്ട് ഇത് ആക്ട് ചെയ്തിട്ടുള്ള കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ ഇതും നല്ല രീതിയിൽ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷമാണ് ഒരു പുൾ ബാക്ക് സംഭവിച്ചു. എന്നിട്ടാണ് ഒരു പുതിയ ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് ഇവിടെ പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ വന്നു. ചെറുതായിട്ടൊന്ന് പ്രൈസ് കൺജസ്റ്റഡ് ആയതിനു ശേഷമാണ് ക്ലിയർ ആയിട്ട് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പ്രൈസ് പോയിട്ടുള്ളത്. ആ ഒരു കാര്യം തന്നെ നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് പ്രൈസിന് ഒരു റിജക്ഷൻ സംഭവിക്കുകയും ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാതെ പോവുകയും പിന്നീട് പ്രൈസ് ഒന്ന് കൺസോളിഡേറ്റ് ആവുകയും ദെൻ ഈ ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അപ്പ് ട്രെൻഡിലേക്ക് പ്രൈസ് കടന്നു അല്ലെങ്കിൽ എതേറിയം അപ്പ് ട്രെൻഡിലേക്ക് കടന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു പാരലൽ ചാനൽ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ളൊരു പാരലൽ ചാനൽ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കൃത്യമായിട്ട് ഈ ഒരു പാരലൽ ചാനലിനകത്ത് പ്രൈസ് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഇവിടെ നിന്ന് ഈ ഒരു ലൈനിൽ നിന്ന് പ്രൈസ് ഏകദേശം ഈ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. ദെൻ വീണ്ടും ആ ഒരു ലൈനിൽ തന്നെ പ്രൈസ് വന്നിട്ടുണ്ട്. ദെൻ വീണ്ടും പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഈ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെയാണ് പ്രൈസ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് എത്തേറിയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ചാടി കയറി ഒരു എൻട്രി എടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം മാത്രം ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും ഒരു നല്ല ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. ആരും തന്നെ ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.